ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. എല്ലാം ഒരു ITI ലെവലല്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതലായിട്ട് കുറേ ടൈം കൺസ്യൂമിങ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. Question number 1. Which of the following statement is or correct regarding energy shell of atom? അല്ലേ, എനർജി ഷെല്ലോ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാലൻസ് ഷെൽ ഓഫ് കാർബൺ ആറ്റം ഈസ് 4 electrons. ശരിയല്ലേ? കാരണം എന്താണ്, കാർബൺ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. അപ്പോൾ അതിൻ്റെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 4 electrons തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയത് വാലൻസ് ഷെൽ ഓഫ് എ കോപ്പർ ആറ്റം ഈസ് 1 electron. അപ്പോൾ നമുക്ക് കോപ്പറിൻ്റെ ആറ്റോമിക് നമ്പർ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോപ്പറിൻ്റെ ആറ്റോമിക് നമ്പർ വന്നിട്ട് 29 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതിൽ വരുന്ന, അതായത് 29 പറയുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിൽ 18, ഫോർത്ത് ഷെല്ലിൽ എന്താണ് വന്നത്? 1 ആണ്. അപ്പോൾ അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത് വാലൻസ് ഷെൽ ഓഫ് അലുമിനിയം ആറ്റം ഹാസ് 3 electrons. അലുമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ് അല്ലേ. അപ്പോൾ നോക്കിയേ 2, 8, 3. അപ്പോൾ അതും എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ്. അപ്പോൾ എന്താണ്, 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. ഓപ്ഷൻ ഏതാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്? ഡി ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് ഉള്ളത്. ഓക്കെ, next question number 2. The voltage V can be derived from the following equation. അല്ലേ, എങ്ങനെയാണ് തന്നിട്ടുള്ളത് നോക്കിയ സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് അല്ലേ. നമുക്ക് ടൈം എന്താണ്, നമ്മൾ ടൈം എങ്ങനെയൊക്കെ അവർ ലോസ് ചെയ്യാമോ ആ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ EMF മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ്, ശരിയല്ലേ? ആണ്. ആ ഒരു ഇത് കറക്റ്റ് തന്നെയാണ്. അടുത്ത നോക്കിയേ വോൾട്ടേജ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് V ഈക്വൽ ടു IR, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. അടുത്തത് നോക്കിയേ V ഈക്വൽ ടു പവർ ഡിവൈഡഡ് ബൈ കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ, അതായത് പവർ ഈക്വൽ ടു നമുക്കറിയാം VI cos 5 ആണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നോക്കിയേ VI cos 5 ബൈ I cos 5 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? പവർ ബൈ കറൻറ്റ് ഇൻറ്റു പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് V തന്നെയാണ്. അപ്പോൾ അതും എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ്. V ഈക്വൽ ടു കറൻറ്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണോ? അല്ല, അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് 1, 2 ആൻഡ് 3. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ മാച്ച് ദ ഫോളോയിങ് ആസ് പെർ ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. അതായത് നമുക്ക് കറൻറ്റിൻ്റെ എഫക്ട്സ് ഉണ്ട് അല്ലേ, അതായത് കെമിക്കൽ എഫക്റ്റ് ഉണ്ട്, ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്, ഗ്യാസ് അയോണൈസേഷൻ എഫക്റ്റ് ആണ്. അത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എഫക്റ്റുകളെ കുറിച്ച്. അപ്പോൾ കെമിക്കൽ എഫക്റ്റ് എന്തുമായിട്ടാണ് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ബാറ്ററി ചാർജിങ് ആണ് അല്ലേ. കറക്റ്റ് അല്ലേ? ബാറ്ററി ചാർജിങ് അല്ലേ കെമിക്കൽ എഫക്റ്റിൻ്റെ ഇതൊക്കെ വരുന്നത്? ഇലക്ട്രോപ്ലേറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്? കെമിക്കൽ എഫക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഹീറ്റിംഗ് എഫക്റ്റിൽ ഏതാണ് വരുന്നത്? ലാമ്പ് അല്ലേ, ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പ്. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റിൽ വരുന്നത് ഇത് ബാറ്ററി ചാർജിങ് കെമിക്കൽ എഫക്റ്റ് തന്നെയാണ്. ഹീറ്റിംഗ് എഫക്റ്റ് വരുന്നത് ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പാണ്. ഗ്യാസ് അയോണൈസേഷൻ വരുന്നത് ഏതാണ്? നമ്മുടെ നിയോൺ ലാമ്പിലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയല്ലേ കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഏതാണ് കറക്റ്റാണ് വരുന്നത്? അതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. Question number 4. Which of the following statement is are correct regarding risk of fire during cable connection and termination? എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മളുടെ കേബിൾ കണക്ഷൻ റിലേറ്റഡ് ആയിട്ടാണ് അല്ലേ, കേബിൾസ് പഠിച്ചതല്ലേ. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? റിസ്ക് ഓഫ് ഫയർ ഡ്യൂറിങ് കേബിൾ കണക്ഷൻ ആൻഡ് ടെർമിനേഷനിൽ വരുന്നത്. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻസുലേഷൻ ഓഫ് കട്ട് ബാക്ക് ടു ഫോർ. സെക്കൻഡ് വൺ ദ കപ്പാസിറ്റി ഓഫ് ദ പ്ലഗ് ഈസ് ഇൻഅഡ്വക്കേറ്റ്. തേർഡ് വൺ ദ കണക്ഷൻസ് ആർ ടു ടൈറ്റ്. അപ്പോൾ ഏതാണ് വരുന്നത് അതിനകത്ത്? 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. ഏതാണ്? 1ഉം 2. അതായത് ഇൻസുലേഷൻ ഈസ് കട്ട് ബാക്ക് ടു ഫോർ, ദ കപ്പാസിറ്റി ഓഫ് എ പ്ലഗ് ഈസ് ഇൻഅഡ്വക്കേറ്റ്, ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. Question number 5. Which of the following statement is or correct regarding voltage grading of cable? അപ്പോൾ നമ്മൾ ലോ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്, മീഡിയം വോൾട്ടേജ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു റേഞ്ച് അല്ലേ, വോൾട്ടേജിൻ്റെ റേറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു പോയത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഏതാണ്? ലോ വോൾട്ടേജിൻ്റെ കേസ് എടുക്കുമ്പോൾ നോക്കിയേ ലോ വോൾട്ടേജ് 0 to 250 വോൾട്ടാണ്. അപ്പോൾ അതിലെ ലോ വോൾട്ടേജിൻ്റെ റേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് 50 to 1000 വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ 0 to 250 പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ
അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. മീഡിയം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കിയേ, എക്സീഡിങ് 250 വോൾട്ട് ബട്ട് നോട്ട് എക്സീഡിങ് 1500 വോൾട്ട് എന്നാണ്. ആക്ച്വലി മീഡിയം വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 1 kV to 1000 kV ആ ഒരു റേഞ്ച് അല്ലേ, 1 kV to 1000 ആ ഒരു റേഞ്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ മീഡിയം വോൾട്ടേജിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഹൈ വോൾട്ടേജിൻ്റെ റേഞ്ച് വരുമ്പോൾ നമ്മൾ നോക്കിയേ 100 kV ടു എത്രയാണ് 345 kV ആ ഒരു റേഞ്ചാണ് നമ്മുടെ എന്ത് ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇതും റോങ് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 to 250 വോൾട്ട്, അതായത് നമുക്കറിയാം 50 to 1000 വോൾട്ട് ആ ഒരു റേഞ്ചാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 6, identify the correct statement about soldering. സോൾഡറിങ് റിലേറ്റഡ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ സോൾഡറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിയേ, സോൾഡറിങ് ഓൾവേസ് ഇൻവോൾവ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദ യൂസ് ഓഫ് പ്രഷർ ഡ്യൂറിങ് ദ പ്രോസസ് എന്നാണ്. ആണോ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല, അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അടുത്തത് നോക്കിയേ, ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ലെഡ് ഫ്രീ സോൾഡർ ഈസ് ടിപ്പിക്കലി ലോവർ ദാൻ ദാറ്റ് ഓഫ് ലെഡ് ബേസ്ഡ് സോൾഡർ. കറക്റ്റ് ആണോ? അല്ല, അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് വൺ നോക്കിയേ, ഫ്ലക്സ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദ സർഫസ് ആൻഡ് പ്രിവെൻറ്റ് ഓക്സിഡേഷൻ ഡ്യൂറിങ് സോൾഡറിങ് എന്ന് പറയുന്നത് ശരിയല്ലേ. ഫ്ലക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർത്ത് വൺ നോക്കിയേ, ഇൻ സോൾഡറിങ് കോമ്പോണൻറ്റ്സ് ആർ ബോണ്ടഡ് യൂസിങ് എ മോൾട്ടൺ ഫില്ലർ മെറ്റൽ യൂസ് ചെയ്തിട്ടാണ്. അതും എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? സോൾഡറിങ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓപ്ഷൻ 3യും അതുപോലെ 4ഉം ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 7, identify the correct statement about KVL. KVLനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം കിർച്ചോഫ് കറന്റ് ലോയും വോൾട്ടേജ് ലോയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ KVL സ്റ്റേറ്റ് ദാറ്റ് ദി സം ഓഫ് കറന്റ് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് 0 ആണോ? അല്ല, അതെന്താണ് KCL ആയിട്ട് വരുന്ന റിലേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. KVL അപ്ലൈ ടു ഓൺലി DC സർക്യൂട്ട് ആൻഡ് നോട്ട് AC സർക്യൂട്ട് ആണോ? അല്ല, അതും എന്ത് തന്നെയാണ്? റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടിലും യൂസ് ചെയ്യാറുണ്ട് അല്ലേ. പിന്നെന്താണ്? KVL സ്റ്റേറ്റ് ദാറ്റ് ദ സം ഓഫ് ഓൾ വോൾട്ടേജ് ഡ്രോപ്പ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 0. കറക്റ്റ് അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫോർത്ത് വൺ നോക്കിയാൽ KVL ഈസ് വാലിഡ് ഓൺലി ഫോർ സർക്യൂട്ട് കണക്റ്റിംഗ് റെസിസ്റ്റർ ആണ്. കണ്ടെയ്നിങ് റെസിസ്റ്റർ, അതായത് സർക്യൂട്ട്സ് കണ്ടെയ്നിങ് റെസിസ്റ്റർ ആണോ? KVL ഈസ് വാലിഡ് ഓൺലി ഫോർ സർക്യൂട്ട്സ് കണ്ടെയ്നിങ് റെസിസ്റ്റർ ആണോ? അല്ല, അത് റോങ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇത് മാത്രമാണ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 8, identify the correct statement about the laws of resistance. അപ്പോൾ അറിയാവുന്നതാണ് അല്ലേ, ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ എന്താ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി കറന്റ്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് അറ്റ് ഇറ്റ്സ് ലെങ്ത് ഡിക്രീസസ്. സി, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ഓൺ ദ മെറ്റീരിയൽ ലെങ്ത് ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കണ്ടക്ടർ. റെസിസ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ ഏതാണ്? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് കറന്റ് ആണോ? അല്ല, നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ അറിയാലോ, R ഈക്വൽ ടു എന്താണ്? റോ L/A. ഇതല്ലേ നമ്മളുടെ ഇക്വേഷൻ. അത് വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റും അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് കറന്റ് ആണോ? അല്ല, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് അറ്റ് ഇറ്റ്സ് ലെങ്ത് ഡിക്രീസസ് ആണോ? അല്ല, അതും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതാണ്? റെസിസ്റ്റൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ മെറ്റീരിയൽ ലെങ്ത് ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കണ്ടക്ടർ. ശരിയാണ് അല്ലേ. പിന്നെ എന്താണ്? റെസിസ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ. കറക്റ്റ് അല്ല. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 9, identify the correct statement about the Wheatstone bridge. Wheatstone bridgeനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ്? The bridge is balanced when no current flow through the galvanometer. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ബാലൻസ്ഡ് അല്ലേ? സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചാൽ നടുവിൽ അല്ലേ. അപ്പം നോ കറന്റ് ഫ്ലോ ചെയ്യില്ല. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് എന്താണ്? The bridge is balanced when the ratio of resistance in one arm equal to the ratio in the other arm. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അല്ലേ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അടുത്തത് നോക്കിയേ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തന്നിട്ടുള്ളത്? ദ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഈസ് യൂസ് ടു മെഷർ അൺനോൺ റെസിസ്റ്റൻസ് വിത്ത് ഹൈ പ്രിസിഷൻ. അതും എന്ത് തന്നെയാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജുമായിട്ട് അല്ലേ. ദ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വർക്ക്ഡ് ബേസ്ഡ് ഓൺ കിർച്ചോഫ് വോൾട്ടേജ് ആൻഡ് കറന്റ് ലോ. അതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ആണ്. അതായത് 4 സ്റ്റേറ്റ്മെൻറ്റ്സും ഇവിടെ കറക്റ്റ് തന്നെയാണ്.
Next question, select the correct statement about the relationship between voltage, current and resistance. അതായത് വോൾട്ടേജും കറന്റും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏതാണ് കറക്റ്റ്. അതായത് when resistance increases the current increases if the voltage remain constant ആണോ? അല്ല, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്, കറക്റ്റ് അല്ലേ. V ഈക്വൽ ടു I ഇൻറ്റു R, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Current is inversely proportional to the voltage at constant resistance. Wrong statement ആണ്. Ohm's law show the current increases with resistance at constant voltage. അതും എന്താണ്? Wrong statement ആണ് അല്ലേ. അപ്പോൾ ആക്ച്വലി എന്താണ് Ohm's law റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനെന്താണ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആക്കി മാറ്റിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ് ഇവിടെ? ഓപ്ഷൻ എ മാത്രമാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 11. Select the term represent the technique used to control the corrosion of a metal surface by making it as the cathode of an electrochemical cell. എന്താ ചോദിച്ചിട്ടുള്ളത്? എന്താണ് ക്വസ്റ്റ്യൻ? നേരെ നോക്കിയേ. സെലക്ട് ദ ടേം, ഏത് ടേം ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ട്? ദ ടെക്നിക് യൂസ്ഡ് ടു കൺട്രോൾ ദ കൊറോഷൻ ഓഫ് മെറ്റൽ സർഫസ്. അത് ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. നോക്കിയേ, കാഥോഡ് ഓഫ് എൻ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് തന്നെയാണ്? നമ്മുടെ കാഥോഡ് പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ ബി ആണ് കേട്ടോ. കാഥോഡ് പ്രൊട്ടക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. Question number 12. According to Faraday's laws of electrolysis, the mass of iron liberated at any electrode during electrolysis is dash. എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാരഡേസ് ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോയും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലോ എന്താ പറയുന്നത് നമുക്കറിയാം. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിംഗ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ് ആണ് അല്ലേ, കറണ്ട്. അതായത് എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ ഇൻറ്റു ഇ, ആ ഒരു ഇതിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് ലോയിൽ എന്താണ്? എം ഈസ് പ്രൊപ്പോർഷൻ ടു ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ആണ് സെക്കൻഡ് ലോയിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് എന്താണ്? ഫാരഡേസ് ഫസ്റ്റ് ലോ പ്രകാരം എന്താണ്? A mass of iron liberated at any electrode during electrolysis എങ്ങനെയാണ്? is proportion to quantity of electricity passing through the electrolyte ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 11. What is the approximate value of electrochemical equivalent of silver at milligram per coulomb? എന്താണ് സിൽവറിൻ്റെ? ഓപ്ഷൻ നോക്കിയേ. 0.3043, ഓപ്ഷൻ ബി 3.7, ഓപ്ഷൻ സി 2.07. ഇതൊക്കെയാണോ? അല്ല, നൺ ഓഫ് ദീസ് ആണ്. കാരണം ആക്ച്വലി ഒരു സിൽവറിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് നിയർലി 1.118 ആ ഒരു റേഞ്ചിലാണ്. നമ്മുടെ ബുക്കിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാലും അത് കാണാൻ പറ്റും. അതായത് സിൽവറിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് 1.118 ഇൻറ്റു 10⁻³ ആ ഒരു റേഞ്ചാണ് വരുന്നത് കേട്ടോ. Question number 14. Choose the rechargeable cell from the following. താഴെ തന്നിട്ട് അപ്പോൾ ഏതാണ് റീചാർജബിൾ സെൽ എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മളുടെ സെക്കൻഡറി സെല്ലിനെയാണ് നമ്മൾ റീചാർജബിൾ സെൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്? കാർബൺ സെൽ പറഞ്ഞാൽ അത് പ്രൈമറി ആണ്. നിക്കൽ കാഡ്മിയം സെല്ലാണ് നമ്മളുടെ ഇത് സെക്കൻഡറി സെൽ, അല്ലെങ്കിൽ എന്താണ് റീചാർജബിൾ സെൽ. ഇതൊക്കെ ബാക്കിയെല്ലാം, അതായത് മെർക്കുറി സെല്ലും ലിത്തിയം പ്രൈമറി സെല്ലും അതുപോലെ കാർബൺ സിങ്ക് സെല്ലൊക്കെ എന്ത് തന്നെയാണ്? പ്രൈമറി സെൽസ് ആണ് അല്ലേ. അപ്പോൾ ഏതാണ് ഇതിൽ റീചാർജബിൾ സെൽ എന്ന് പറഞ്ഞാൽ? സെക്കൻഡറി സെൽ ഏതാണെന്ന് നോക്കുക. അതായത് നിക്കൽ കാഡ്മിയം സെല്ലാണ് കറക്റ്റ് ആൻസർ. Question number 50. Which type of positive plate inside the lead acid battery is made by pure lead at the beginning and changed to lead peroxide by the process of repeated charging and discharging? ഏതാണ്? അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ഇതിനകത്ത്? പ്രോസസ് ഓഫ് റിപ്പീറ്റഡ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് എന്ന് പറയുമ്പോൾ അത് പ്ലാന്റ് പ്ലേറ്റ് ആണ് അല്ലേ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. Question number 16. When the cell is fully charged, it freely gives off hydrogen at cathode and oxygen at the anode. The process being known as ഏതാണ്? ഈ പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത്? അതായത് ഒരു ഫുള്ളി ചാർജ്ഡ് സെല്ലിനകത്ത് ഇസ് ഫ്രീലി ഗിവ് ഓഫ് ഹൈഡ്രജൻ അറ്റ് കാഥോഡും ഓക്സിജൻ അറ്റ് ആനോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്സിജൻ അറ്റ് ആനോഡ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ആ പ്രോസസ്സിൻ്റെ പേരെന്താണത്? ഫോമിംഗ് ആണ് കേട്ടോ. ഏതാണ്? ഫോമിംഗ് ആണ് ആ ഒരു കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്പെക്ഷൻ ഈസ് നോട്ട് ഡൺ ബിഫോർ ചാർജിങ് ബാറ്ററി? ഏതാണ്? നമ്മൾ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നത്, അതായത് നമ്മളതിൻ്റെ പ്രിക്വേഷൻസും ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഏത് ഇൻസ്പെക്ഷനാണ് നോട്ട് ഡൺ? നോട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ മാറിപ്പോകരുത്. ഏതാണ്? നോട്ട് ഡൺ ബിഫോർ ചാർജിങ് ദ ബാറ്ററി ആണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്ക് ചെയ്യും, അതുപോലെ വോൾട്ടേജ് ഓഫ് ഈച്ച് സെൽ ഓഫ് ദ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യും, ആംബിയർ അവർ കപ്പാസിറ്റി ഓഫ് ഈച്ച് സെല്ലും നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. പക്ഷേ വെയിറ്റ് ഓഫ് ദി ഇലക്ട്രോഡ് ചെക്ക് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? വെയിറ്റ് ഓഫ് ദി ഇലക്ട്രോഡ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ.
Next question number 80. What type of charging method is used if the available supply is high voltage DC to 20 volt, 110 volt, etc. ഏത് type of charging ആണ് അല്ലേ? Charging method is available for supply of high voltage DC എന്നാണ് question തന്നിട്ടുള്ളത്. എന്താണ് high voltage DC supply? നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്? അതായത് ഇത് കോൺസ്റ്റന്റ് കറന്റ് മെത്തേഡ് ആണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. കോൺസ്റ്റന്റ് കറന്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യാറുള്ളത്. Question number 19. Which one of the following is not a defect of lead acid battery? താഴെ തന്നിട്ടുള്ളതിൽ lead acid ബാറ്ററിയുടെ ഡിഫക്റ്റ് അല്ലാത്തത് ഏതായിരിക്കും? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. കാരണം എന്താണ്? പ്രൈമറി സെല്ലിലെ ഡിഫക്റ്റ് ആണ് ഈ പോളറൈസേഷൻ പറയുന്നത് അല്ലേ? അപ്പോൾ പോളറൈസേഷൻ അല്ല, അത് ഡിഫക്റ്റ് അല്ല lead acidന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏത് തന്നെയാണ് പോളറൈസേഷൻ? ബാക്കിയെല്ലാം ഹാർഡ് സൾഫേഷനും ബക്ലിംഗ് ഓഫ് പ്ലേറ്റ്സും പാർഷ്യൽ ഷോട്ടൊക്കെ എന്തിനകത്ത് വരുന്നത് തന്നെയാണ്? നമ്മുടെ സെക്കൻഡറി സെല്ലിലുള്ള ഡിഫക്ട്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പോളറൈസേഷൻ പഠിച്ചിട്ടുള്ളത് പ്രൈമറി സെല്ലിലാണ്. അപ്പോൾ ഏതാണ് അല്ലാത്തത്? പോളറൈസേഷൻ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ പോളറൈസേഷൻ ആണ്. Question number 20. What is the main difference between nickel iron cell and nickel cadmium cell? എന്താണ് നിക്കൽ അയൺ സെല്ലും നിക്കൽ കാഡ്മിയം സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് പോസിറ്റീവ് പ്ലേറ്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്, നെഗറ്റീവ് പ്ലേറ്റിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന സെപ്പറേറ്റർ എന്താണെന്നൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് ഇതിൽ കറക്റ്റ് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ വന്നിട്ട് എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താണ് ടൈപ്പ് ഓഫ് നെഗറ്റീവ് പ്ലേറ്റ്സ്, അതിൽ യൂസ് ചെയ്യുന്ന നെഗറ്റീവ് പ്ലേറ്റിന് മാത്രമാണ് ഡിഫറൻറ്റ്. അതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 21. Which winding of a DC machine, generator or motor carrying alternate current? ഏതാണ്? അറിയാവുന്നതാണ്, നമ്മൾ കൺസ്ട്രക്ഷൻ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏതിലാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് DC മെഷീനിൽ? അതായത് ജനറേറ്റർ ആയിക്കോട്ടെ മോട്ടറിലായിക്കോട്ടെ അതിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രം ക്യാരി ചെയ്യുന്നത് ഏത് വൈൻഡിങ് ആണ്? നമ്മുടെ ആർമേച്ചർ വൈൻഡിങ് ആണ് അല്ലേ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ആർമേച്ചർ വൈൻഡിങ് ആണ്. Question number 22. Among the following, which one is not a part of DC generator? വീണ്ടും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ കൺസ്ട്രക്ഷനിലെ ഓരോ പാർട്ടുകളും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അല്ലേ? ഏതാണ് DC ജനറേറ്ററിൻ്റെ പാർട്ട് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഇന്റർപോൾസ് ഉണ്ട്, പോൾസ് ഉണ്ട്, പോൾ ഷൂ ഉണ്ട്, യോക്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇന്റർപോളും പോൾ ഷൂയും ആർമേച്ചറും ഒക്കെ എന്തിൻ്റെ പാർട്ടിൽ വരുന്നത് തന്നെയാണ്? നമ്മുടെ DC ജനറേറ്ററിൻ്റെ. പക്ഷേ എൻഡ് റിംഗ് ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. Question number 23. Why is the armature of a DC generator made up of a laminated high grade steel? എന്തുകൊണ്ടാണ് നമ്മുടെ DC ജനറേറ്ററിൻ്റെ ആർമേച്ചർ ഹൈ ഗ്രേഡ് സ്റ്റീൽ കൊണ്ട് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാമിനേഷനൊക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്ത് ലോസ് കുറയ്ക്കാനാണ്? നോക്കിയാൽ ഹൈ ഗ്രേഡ് സ്റ്റീൽ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ലാമിനേറ്റഡ് എന്താണ് തന്നിട്ടുള്ളത്? ലാമിനേറ്റഡ് ഹൈ ഗ്രേഡ് സ്റ്റീലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ഹിസ്റ്റെറിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസിന് വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 24. The periphery of the armature divided by the number of poles of a DC generation is called dash. That is the distance between two adjacent poles. എന്താണ്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അതെന്താണ്? പോൾ പിച്ച് ആണ് അല്ലേ? എന്താണത്? പോൾ പിച്ച് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. Among the following, which condition is not required for the build-up of voltage in a DC generator? അപ്പോൾ ഇതിൽ ഏതാണ്? Among the following, which condition is not required for the build-up of voltage of DC generator? അതായത് സെൽഫ് എക്സൈറ്ററിൽ വരുന്നത് ഏതാണ്? If excited at load, armature resistance should be എന്തായിരിക്കണം? അപ്പോൾ അതെന്താണ്? ഇഫ് എക്സൈറ്റഡ് അറ്റ് ദ ലോഡ് ആർമേച്ചർ റെസിസ്റ്റൻസ് ഷുഡ് ബി എന്നാണ്? ഹൈ ആണ്. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. Question number 26. Which type of DC generator show rising voltage characteristics when and increasing in load? നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ DC ജനറേറ്ററിൻ്റെ? അപ്പോൾ ഏത് DC ജനറേറ്ററിൻ്റെ ഏത് ജനറേറ്റർ ആണ് എന്താണ് റൈസിങ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് ആൻഡ് ഇൻക്രീസിങ് ഇൻ ലോഡ് കാണിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏത് ടൈപ്പ് ഓഫ് ജനറേഷൻ ആണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏത് ടൈപ്പ് ഓഫ് ജനറേറ്ററിലാണ് റൈസിങ് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്രീസ് ചെയ്യുന്നത് ലോഡിനനുസരിച്ച്? അത് DC എന്താണ് സീരീസ് ജനറേറ്ററിലാണ് അല്ലേ? DC സീരീസ് ജനറേറ്റർ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 27. How can you increasing the speed of a DC shunt motor? ഒരു DC shunt മോട്ടറിനെ എങ്ങനെയാണ് അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ്? ഫ്ലക്സ് റെഡ്യൂസ് ചെയ്തിട്ടാണ് അല്ലേ? അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ബൈ റെഡ്യൂസിങ് ഫ്ലക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു DC shunt മോട്ടറിൻ്റെ സ്പീഡിനെ എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്.
Question number 28. Which type of DC motor is used for driving constant speed line shafting? ഏതാണ് ഏത് ടൈപ്പ് ഓഫ് DC മോട്ടർ ആണ് എന്താണ് ഡ്രൈവിംഗ് കോൺസ്റ്റന്റ് സ്പീഡ് ലൈൻ ഷാഫ്റ്റിംഗ് അപ്ലിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് ഏത് ടൈപ്പ് ഓഫ് DC മോട്ടർ ആണ് ഡ്രൈവിംഗ് കോൺസ്റ്റന്റ് സ്പീഡ് ലൈൻ ഷാഫ്റ്റിംഗ് ഏതാണ് DC ഷണ്ട് മോട്ടർ ആണ്. Question number 29. Which type of DC motor starter has a പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ? ഏത് DC മോട്ടറിൻ്റെ സ്റ്റാർട്ടറിനാണ് പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ ഉള്ളത്? ഏതാണ് ഏത് ടൈപ്പ്? 2 പോയിൻ്റ് ആണോ 3 പോയിൻ്റ് ആണോ 4 പോയിൻ്റ് ആണോ? ഏത് സ്റ്റാർട്ടറിനാണ് പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ ഉള്ളത്? നമുക്കറിയാം ഏതാണത് 4 പോയിൻ്റ് സ്റ്റാർട്ടറാണ്. Question number 30. Fleming's left hand rule is used. എവിടെയാണ് നമ്മൾ Fleming's left hand rule യൂസ് ചെയ്യുന്നത്? അത് മോട്ടറാണ് നമുക്കറിയാം. DC മോട്ടറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? DC മോട്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് ഹാൻഡ് റൂൾ ഏതാണ്? DC ജനറേറ്റർ ആണ് പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ Fleming's left hand rule is used എന്തിനു വേണ്ടിയിട്ടാണ്? To determine the direction of rotation of DC മോട്ടറാണ്. Question number 31. What is the purpose of the flexible cord in domestic wire? അതായത് ഡൊമസ്റ്റിക് വയറിംഗിൽ ഫ്ലെക്സിബിൾ കോഡിൻ്റെ പർപ്പസ് എന്താണ്? എന്തിനാണ് ഫ്ലെക്സിബിൾ കോഡ് യൂസ് ചെയ്യുന്നത്? കണക്ഷൻ ട്രാൻസ്പോർട്ടബിൾ അപ്ലയൻസസ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? കണക്ഷൻ ട്രാൻസ്പോർട്ടബിൾ അപ്ലയൻസസിനാണ്. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. How many two-way switches are required in godown wiring circuit to control 4 lamp? എത്ര വേണം? എത്ര വയറിംഗ് സർക്യൂട്ട്സ് വേണം? എത്ര സ്വിച്ചസ് വേണം? How many two-way switches? എത്ര two-way switches ആണ് ഒരു godown wiring circuit to control 4 ലാമ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടത്? എത്രയാണ്? ഓപ്ഷൻ ബി 3 സ്വിച്ചസ് ആണ് റിക്വയർ ആയിട്ടുള്ളത്. Question number 33. Where the ironclad double pole main switch is used? നമ്മൾ ICDP സ്വിച്ചസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ICDP സ്വിച്ചസ് യൂസ് ചെയ്യുന്നത്? അതല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ICDPയുടെ മെയിൻ സ്വിച്ച് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷനിലാണ് യൂസ് ചെയ്യുന്നത് അറിയാം. അത് ഏതിലാണ്? സിംഗിൾ ഫേസ് ആണോ 3 ഫേസിലാണോ? സിംഗിൾ ഫേസിലാണ് അല്ലേ. ICDP സ്വിച്ച് യൂസ് ചെയ്യുന്നത് ഏതിനകത്ത് തന്നെയാണ്? നമ്മളുടെ സിംഗിൾ ഫേസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷനിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. Question number 34. What is the maximum permissible load for a power substitute as per IE rule? അല്ലേ. IE റൂൾ അനുസരിച്ച് എത്ര തവണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് നമുക്കറിയാം? 3000 വാട്ട് ആണ് അല്ലേ. മാക്സിമം പെർമിസിബിൾ ലോഡ് ഫോർ എ പവർ സബ് സർക്യൂട്ട് as per IE റൂൾ എന്ത് തന്നെയാണ്? 3000 വാട്ടും അതുപോലെ 2 പോയിന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ. 2 പോയിന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ആൻഡ് ഫാൻ സർക്യൂട്ടിലാണെങ്കിൽ 800 വാട്ടും 10 പോയിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അറിയാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. Question number 35. What is the reason for supplying AC to the electrode for measuring earth resistance? എന്താ ചോദിച്ചിട്ടുള്ളത്? What is the reason for supplying AC to the electrode for measuring earth resistance എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവോയ്ഡ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രോലൈറ്റിക് EMF ഇൻ്റർഫേസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവോയ്ഡ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രോലൈറ്റിക് EMF ഇൻ്റർഫേസ് ആണ്. Question number 36. Which electrical accessory belong to general classification of accessories? ഏതാണ് ജനറൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ആക്സസറീസിൽ വരുന്നത്? അത് സീലിംഗ് റോസ് ആണ്. ഏതാണ്? സീലിംഗ് റോസസ് ആണ്. Question number 37. What is the expansion of ECC? ECC അറിയാലോ. എക്സ്പാൻഷൻ ചോദിച്ചില്ല. ഏതാണ്? എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതാണ്? എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ആണ് എന്തിൻ്റെ എക്സ്പാൻഷൻ? ECCയുടെ എക്സ്പാൻഷൻ ആയിട്ട് വരുന്നത്. Question number 38. Which material is coated in tungsten electrode of a fluorescent tube lamp? അതായത് ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ എന്തിൽ കോട്ട് ചെയ്യുന്നത്? ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഓഫ് എ ഫ്ലൂറസെന്റ് ട്യൂബ് ലാമ്പിൽ ക്ലോട്ട് ചെയ്യുന്നത്. നമ്മൾ ഫ്ലൂറസെന്റ് ലാമ്പ് പഠിച്ചിട്ടുള്ളതാണത്. ഏതാണ്? ബേരിയം ആൻഡ് സ്റ്റോണിയം ഓക്സൈഡ് ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 39. What is the function of leak transformer in high pressure sodium vapor lamp circuit? അതായത് ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ് സർക്യൂട്ടിൽ എന്താണ് ലീക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ്? ഇഗ്നൈറ്റ് ദ ഹൈ വോൾട്ടേജ് ഇനീഷ്യലി അതാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 14. Which is the cold cathode lamp? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഏതാണ്? നിയോൺ സൈൻ ലാമ്പ്. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏതാണ്? നിയോൺ സൈൻ ലാമ്പാണ് നമ്മൾ കോൾഡ് കാഥോഡ് ലാമ്പായി കൺസിഡർ ചെയ്യുന്നത്. Question number 41. From the given option, choose the unit of magnetic flux. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? വോൾട്ട്
സെക്കൻഡാണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 42, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കമ്മിങ് ഫ്രം എ മാഗ്നറ്റ് എങ്ങനെയാണ്? അതെന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല അല്ലേ? അതെന്ത് ചെയ്യില്ല? കനോട്ട് ഇൻ്റർസെക്റ്റ് അറ്റ് ആൾ. അതായത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കമ്മിങ് ഫ്രം എ മാഗ്നറ്റ് എങ്ങനെയായിരിക്കും? അത് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. Question number 43, the magnetic material used in a permanent magnet is ഏതാണ്? പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണത്? നിക്കലാണ്. നിക്കലാണ് അല്ലേ? മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പെർമനന്റ് മാഗ്നറ്റായി യൂസ് ചെയ്യുന്നത് ഏതാണ്? നിക്കലാണ്. Question number 44, which of the following rule is used to determine the direction of rotation of electric motor? Again repeated. ഒരേ ക്വസ്റ്റ്യൻ അല്ലേ? ഏതാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഇലക്ട്രിക് മോട്ടറിൻ്റെ ഏത് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓപ്ഷൻ ഡി ആണ്. Question number 45, the energy stored in the magnetic field of a solenoid of 100 cm long and pi by 10 diameter with 1000 turns of a wire carrying a current is 10 amps. എന്താണ് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ എനർജി സ്റ്റോർ ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ് ഓഫ് 100 cm എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് അല്ലേ? 100 ആണ് ലെങ്ത് തന്നിട്ടുള്ളത്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 10/π എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അത് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 1000 ആണ് അല്ലേ? 1000 ആണ് ടേൺസ് തന്നിട്ടുള്ളത്. പിന്നെ എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? കറൻറ്റ് തന്നിട്ടുണ്ട്. I = 10 ആംപിയർ തന്നിട്ടുണ്ട്. നമ്മളുടെ എനർജി സ്റ്റോർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഏത് ഇക്വേഷനാണ്? E = ഹാഫ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? Li² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹാഫ് Li². അതിന് വേണ്ടി നമ്മൾ എന്താണ്? L കണ്ടുപിടിക്കണം. ഈ ഒരു ഫോർമുലയിലേക്കാണ് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. E = ഹാഫ് Li². അപ്പോൾ L കണ്ടുപിടിക്കാൻ എന്താ ഫോർമുല അറിയാലോ? μ0 n² A/L. ആ ഫോർമുലയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L കിട്ടും. L കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇയിലേക്ക് എന്താണ്? ഹാഫ് Li² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ വരുന്നത് 0.05 ജൂൾ ആണ് കിട്ടുന്നത്. ചെയ്ത് നോക്കണം കേട്ടോ. Question number 46, which of these cannot store energy? ഏതാണ് സ്റ്റോർ ചെയ്യാത്തത്? കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യും. റെസിസ്റ്റർ സ്റ്റോർ ചെയ്യോ? ഇല്ല, റെസിസ്റ്റർ സ്റ്റോർ ചെയ്യില്ല. ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. എനർജി സ്റ്റോർ ചെയ്യാത്തത് റെസിസ്റ്റർ ആണ്. അതുപോലെ ഇൻഡക്ടർ, LC സർക്യൂട്ടൊക്കെ എന്താണ്? എനർജി സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? Question number 47, the permeability of a material is 0.997. It is a dash material. ഏതാണ്? ലെസ് ദാൻ 1 ആണ് അല്ലേ? പെർമിയബിലിറ്റി എന്ന് പറയുന്നത് അത് ഏത് മെറ്റീരിയൽ ആണ്? അത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 48, 5 equal capacitors are connected in series. The resultant capacitor is 4 microfarad. When 3 capacitors are connected in parallel and charged to 400 volt DC, the total energy stored is. അപ്പോൾ ഇതിലെന്താണ്? നമ്മൾ എനർജി സ്റ്റോറേജിൻ്റെ എന്താണ്? കപ്പാസിറ്റേഴ്സ് = ഹാഫ് CV² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 8 ജൂൾസ് ആണ് ഇവിടുത്തെ എനർജി സ്റ്റോറിൻ്റെ ആൻസർ കേട്ടോ. Question number 49, 2 parallel wires separated by a distance d are carrying a current I in the same direction. Carrying a current in the same direction. The magnetic field along a line running parallel to this wire and midway between them is. അതെന്തായിരിക്കും? അത് ഓപ്ഷൻ ബി ആണ്. 0 ആണ് അതിന് വരുന്നത് കേട്ടോ. Question number 50, the area of hysteresis loop is measured for. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ hysteresis loop മെഷർ ചെയ്യുന്നത്? എനർജി ലോസ് പെർ സൈക്കിൾ ആണ്. അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 51, the average value of a sinusoidal alternating current in a circuit is found to be 10 ampere. The maximum value of current is. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? നമുക്കറിയാം ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? 2Im/π എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് അറിയാം അല്ലേ? അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ചെയ്ത് നോക്കുക. കറക്റ്റ് ആൻസർ വരുന്നത് 15.7 ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 52, the value of each resistor in a delta network, what is the equivalent to a star network consisting of 3 equal resistance of value R ohm is dash ohm. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാർ ടു ഡെൽറ്റ, ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഈച്ച് റെസിസ്റ്ററിനെ ഡെൽറ്റ നെറ്റ്വർക്കിനെ സ്റ്റാർ നെറ്റ്വർക്കിലേക്ക് അല്ലേ? അത് മൂന്നും എന്താണ്? ഈക്വൽ റെസിസ്റ്റൻസ്. അതപ്പോൾ നമ്മൾ 10 ഓം ആണ് വയ്ക്കുന്നെങ്കിൽ 10 അങ്ങനെ 3 അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഏതാണത്? 3R ആണ്. എന്നാൽ
ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതായത് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലാക്കുമ്പോൾ. ഇത് നേരെ ക്വസ്റ്റ്യൻ തിരിച്ചു വന്നിട്ടുള്ളെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മൾ സ്റ്റാർ എന്ന് നമ്മൾ ഡെൽറ്റയിലേക്കാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? R/3 ആയിരിക്കും കേട്ടോ. R/3 ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. ഇത് നമുക്ക് ടിപ്സ് ആണ്. നമ്മൾ ആക്ച്വലി ഇതൊരു ടിപ്പാണ് അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ സ്റ്റാർ ടു ഡെൽറ്റ കണക്ഷൻ അല്ലെങ്കിൽ ഡെൽറ്റ ടു സ്റ്റാർ കണക്ഷൻ നോക്കുമ്പോൾ 3 റെസിസ്റ്റൻസും ഒരേപോലെയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ 3R എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അത് തിരിച്ചാണെങ്കിൽ എന്താണ്? R/3 വെച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. Question number 53. The flux through each turn of a 1000 turn coil is T square minus 2T milliweber, where T is in second. Find the magnitude of induced EMF at T equal to 2 seconds. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാം നോക്കിയേ. ദ ഫ്ലക്സ് ത്രൂ ഈച്ച് ടേൺ ഓഫ് എ 1000 ടേൺ കോയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1000 പറയുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? N ഈക്വൽ ടു 1000 ആണ് അല്ലേ. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്? T സ്ക്വയർ മൈനസ് 2T മില്ലി വെബർന്ന് തന്നിട്ടുണ്ട്. ടേൺ കോയിൽ ഈസ് എത്രയാണ്? T ക്യൂബ് മൈനസ് 2T ആണ് തന്നിട്ടുള്ളത് കേട്ടോ. T സ്ക്വയർ അല്ല ക്വസ്റ്റ്യനിൽ, T ക്യൂബ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് മാറിപ്പോയതാണ്. എന്താണ് ഇവിടെ വരുന്നത്? T ക്യൂബ് ആണ് കേട്ടോ. മൈനസ് 2T മില്ലി വെബർ ആണ്. T ഈസ് ഇൻ സെക്കൻഡ് ആണ്. T സെക്കൻഡ് ആണ്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF അറ്റ് T ഈക്വൽ ടു 2 സെക്കൻഡ്. എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ഫോർമുല ഏതാണ്? E ഈക്വൽ ടു എന്താണ്? മൈനസ് N ഇൻറ്റു d∅/dt എന്ന് ചെയ്യാം. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. മൈനസ് N പറഞ്ഞാൽ എത്രയാണ്? 1000 ടേൺ ആണ്. d/dt ഓഫ് T ക്യൂബ് മൈനസ് 2T ചെയ്യാം. ഓക്കെ, ഇവിടെ T എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. അപ്പോൾ എങ്ങനെ വരും? നമുക്ക് E ഈക്വൽ ടു മൈനസ് 1000 ഇൻറ്റു എന്ത് വരാം? 3T മൈനസ് 2 അല്ലേ. അപ്പോൾ നിയർലി ആൻസർ വരുന്നത് ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോൾ നിയർലി ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 10 വോൾട്ട് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ ആയിട്ട് വരുന്നത്. ടോപ്പ് ചെയ്ത് നോക്കുക. Question number 54. The north pole of a magnet is moved away from a metallic ring. The induced current in the ring flow. എങ്ങനെയാണ് നമ്മുടെ ഒരു മാഗ്നറ്റ് അല്ലേ? നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് അവേ ഫ്രം ഒരു മെറ്റാലിക് റിംഗ് മൂവ് അവേ ആകുന്നെങ്കിൽ അതിലെ ഇൻഡ്യൂസ്ഡ് കറന്റ് എങ്ങനെയായിരിക്കും? അവിടെ ഫ്ലോ ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറന്റ് എങ്ങനെയായിരിക്കും? അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എങ്ങനെയായിരിക്കും? അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. Question number 55. Which one of the following incandescent lamp will have മാക്സിമം റെസിസ്റ്റൻസ്? ഏത് താഴെ തന്നിട്ടുള്ള ഏത് ലാമ്പിനാണ് മാക്സിമം റെസിസ്റ്റൻസ്? നമുക്കറിയാം പവർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്താണ്? കുറയുക. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. അപ്പോൾ നോക്കിയേ ഇതിൽ മാക്സിമം റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കുറഞ്ഞതിനല്ലേ. അപ്പോൾ എത്ര വരിക? 25 വാട്ട് ബൾബ്. ആൻസർ സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ. അതായത് 25 വാട്ട് ബൾബാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 56. The principle of dynamically induced EMF is utilized in ഏതിലാണ്? നമുക്കറിയാം ചോക്ക് അല്ല, തെർമോകപ്പിൾ അല്ല എന്ന് അറിയാം. ആദ്യത്തെ തന്നെ 2 ഓപ്ഷൻ അല്ല, റോങ് ആണെന്ന് അറിയാം. പിന്നെ ആകെ ചെക്ക് ചെയ്യാനുള്ളത് നമുക്ക് ട്രാൻസ്ഫോമറും ജനറേറ്ററും മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫോമർ അല്ല എന്ന് അറിയാം. ഏതാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF? നമ്മുടെ ജനറേറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Question number 57. A lamp of 100 watt at rated voltage of 200 volt is applied by a source of 100 volt. It will be equivalent to a lamp of. എന്തിനാണത് ഇക്വലന്റ് ആയിട്ടുള്ളത്? എന്താ ചോദിച്ചിട്ടുള്ളത്? A lamp of 100 watt at rated voltage is അവിടെ എന്താണ്? 200 volt ആണെങ്കിൽ. അപ്പോൾ ഇത് നോക്കിയേ ഇതെങ്ങനെയാണ് ചെയ്യാം? നമുക്ക് നോക്കാം. അതായത് പവർ P ഈക്വൽ ടു എന്താണ്? V²/R ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ V² വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200. അപ്പോൾ 200² എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 ആണ് അല്ലേ. 100 എന്ന് പറയുമ്പോൾ നിയർലി നമുക്ക് കിട്ടുന്നത് 400 ആണ് ആൻസർ വരിക. റെസിസ്റ്റർ കേട്ടോ, ഇത് റെസിസ്റ്റർ ആണ്. ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത് 400 ഓം എന്നാണ് നമുക്ക് കിട്ടുന്നത്. പവർ ഈക്വൽ ടു എന്ത് വരും? V²/R അല്ലേ. പവർ ഈക്വൽ ടു V² പറഞ്ഞാൽ 100². R പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഇവിടെ കിട്ടിയത്? 400 ആണ് നമുക്ക് റെസിസ്റ്റർ കിട്ടിയത് അല്ലേ. അപ്പോൾ 100²/400 പറഞ്ഞാൽ 25 വാട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. പവർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പവർ ഈക്വൽ ടു V²/R ആണ്. അപ്പോൾ റെസിസ്റ്റർ നമുക്കറിയില്ല. റെസിസ്റ്റർ നമ്മൾ കണ്ടുപിടിക്കാൻ R ഈക്വൽ ടു എത്രയാണ്? 200² ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Rൻ്റെ വാല്യൂ കിട്ടും. അതായത് നിയർലി എത്രയാണ്? 400 ഓം ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് നമ്മൾ പവറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 25 വാട്ട് ആണ് കേട്ടോ.
Question number 58. For an alternating quantity, the form factor is defined as form factor എന്ന് പറഞ്ഞാൽ എന്താണ് RMS value divided by average value ആണ് അല്ലേ. ആവറേജ് വാല്യൂന്റെ വേറൊരു നെയിമാണ് എന്ത് മീൻ വാല്യൂ. അപ്പോൾ ഫോം ഫാക്ടർ എന്താണ് RMS വാല്യൂ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പറഞ്ഞിട്ടുണ്ട് അല്ലേ RMS വാല്യൂ എന്താണ് ആവറേജ് വാല്യൂ എന്താണെന്ന് നമുക്കറിയാം. ആവറേജ് വാല്യൂന്റെ വേറൊരു പേരാണ് മീൻ വാല്യൂ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ മീൻ വാല്യൂ എന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ട് പോയിട്ടുള്ളത് എന്തായിരിക്കും ഫോം ഫാക്ടർ ഈക്വൽ ടു RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. കൺഫ്യൂഷൻ ആവും എന്താണ് ഈ മീൻ വാല്യൂ എന്നൊക്കെ ആലോചിക്കും. അപ്പോൾ മീൻ വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ തന്നെയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 59. The instantaneous value of an alternating current in a circuit is expressed as I equal to 50 sin 360t, where t is time in second. The frequency of an alternating current is. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഫ്രീക്വൻസി അല്ലേ ഒമേഗ ഈക്വൽ ടു എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് 360 ആണ്. അതായത് Vm സൈൻ ഒമേഗ ടി ആണല്ലോ. അപ്പോൾ ഒമേഗ ഈക്വൽ ടു എന്താണ് 2πf ആണ്. അതെന്ന് ഫ്രീക്വൻസി കണ്ടുപിടിച്ചൂടെ. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് ഫ്രീക്വൻസി ഈക്വൽ ടു എന്താ വരിക 360 ഡിവൈഡഡ് ബൈ 2π ഹെർട്സ് ആണ് അല്ലേ. ഏതാ വരുന്നത് 360 ഡിവൈഡഡ് ബൈ 2π ആണ്. അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 60. പോളാർ ഫോം 12 ∠30 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ റെക്ടാങ്കുലർ ഫോം. അപ്പോൾ എങ്ങനെയാണ് പോളാർ ഫോം എന്ന് റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഏതായിരിക്കും 10.4 പ്ലസ് J6. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കൺവേർട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 61. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ എനർജി ഗ്യാപ്പ് ഇൻ എ സെമി കണ്ടക്ടർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ എനർജി ഗ്യാപ്പ് എങ്ങനെയായിരിക്കും. എനർജി ഗ്യാപ്പ് ഡിക്രീസ് ചെയ്യും അല്ലേ. എനർജി ഗ്യാപ്പിന് എന്ത് സംഭവിക്കും ഡിക്രീസ് ചെയ്യും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Question number 62. The released light energy in an LED is depend on. എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക അതിൻ്റെ റീകോമ്പിനേഷൻ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആണ്. ഏതാണ് ഓപ്ഷൻ ഡി റീകോമ്പിനേഷൻ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആണ്. Question number 63. Peak inverse voltage of each diode in a center tap full wave rectifier is. അതായത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓരോ അതായത് സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ് ഏതാണത് 2Vm ആണ്. Question number 64. When does the Zener diode begins to conduct in a reverse biased condition? എപ്പോഴാണ് Zener diode reverse bias condition അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ. When does the Zener diode begins to conduct ഏത് ടൈമിലാണ് വോൾട്ടേജ് അക്രോസ് ഇറ്റ് റീച്ച്ഡ് Zener വോൾട്ടേജ് ആകുമ്പോഴാണ്. ഇത് എപ്പോഴാണ് വോൾട്ടേജ് അക്രോസ് ഇറ്റ് റീച്ച്ഡ് ടു Zener വോൾട്ടേജ് ആകുമ്പോഴാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Question number 65. What is the effect of pinch off voltage in JFET? JFETന്റെ എഫക്ട് അതായത് pinch off വോൾട്ടേജിന്റെ എഫക്ട് എന്താണ് അവിടെ സംഭവിക്കുക. വിഡ്ത്ത് ഓഫ് ദ ചാനൽ ഹാസ് മാക്സിമം വാല്യൂ. അതിൽ വിഡ്ത്തിന് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 66. വിച്ച് ഈസ് ദ 3-terminal നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ IC. ഏതാണത് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ IC എന്ന് പറയുന്നത് IC 7905 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 67. Which logic gate has the following truth table? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ് ഏത് ഗേറ്റിനാണ് നമ്മളുടെ ആൻഡ് ഗേറ്റ് ആണത് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത് ആൻഡ് ഗേറ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ഗേറ്റ് ആണ്. അതായത് 0 × 0 0 0 × 1 0 1 × 0 0 1 × 1 ഏത് ട്രൂത്ത് ടേബിൾ ആണ് നമുക്കറിയാം ആൻഡ് ഗേറ്റ് ആണ് അല്ലേ. Question number 68. What is the effect of SCR is latched into conduction ആൻഡ് ഗേറ്റ് പൾസ് ഈസ് റിമൂവ്ഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും അതായത് SCR ലാച്ച്ഡ് ഇൻ ടു കണ്ടക്ഷൻ ആൻഡ് ഗേറ്റ് പൾസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എഫക്റ്റ് എന്താണ്. അവിടെയുള്ള എഫക്റ്റ് ഗേറ്റ് ലോസസ് കൺട്രോൾ ഓവർ കണ്ടക്ഷൻ ആണ്. എന്താണ് ഗേറ്റ് ലോസസ് കൺട്രോൾ ഓവർ കണ്ടക്ഷൻ ആണ് വരുന്നത്. Next question number 69. In a full wave bridge rectifier, the load current in each of the diode flows for. എങ്ങനെയാണ് അത് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് AC ആണ്. ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് AC സിഗ്നൽ ആണ്. Question number 70.
What is the criteria to decide a material, a conductor, semiconductor and insulator? എന്താണ് ക്രൈറ്റീരിയ അല്ലേ? കണ്ടക്ട് ചെയ്യുന്ന, അതായത് സെമി കണ്ടക്ടർ ആണെങ്കിലും സെമി കണ്ടക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസുലേറ്റർ ആണെങ്കിലും എങ്ങനെയാണ് അതിനകത്ത് എന്ത് എക്സിസ്റ്റ് ചെയ്യണം? വാലൻസ് ഇലക്ട്രോഡ്സ്, അത് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വാലൻസ് ഇലക്ട്രോൺസ് എക്സിസ്റ്റിംഗ് ഇൻ ആൻ ആറ്റം ആണ്. Question number 71. Which of the following statement is are correct regarding energy conversion in rotating electrical machines? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്തുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ളത്? എനർജി കൺവേർഷൻ റിഗാർഡിംഗ് റൊട്ടേറ്റിംഗ് ഇലക്ട്രിക്കൽ മെഷീൻ ഏതാണെന്നാണ്. അതിൽ എനർജി കൺവേർഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു റൊട്ടേറ്റിംഗ് ഇലക്ട്രിക് മെഷീനിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. അപ്പോൾ കൺവേർഷൻ നടത്തുമ്പോൾ എങ്ങനെയാണ്? ഔട്ട്പുട്ട് എനർജി അല്ലേ, സം എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു റിക്വയർ ഫോം, സം എനർജി ഈസ് സ്റ്റോർ ഇൻ ദ റെസ്റ്റ് ഓഫ് ദി ഡിസിപ്പേറ്റഡ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് വന്നിട്ടുള്ളത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. കൺവേർഷൻ നടത്തുമ്പോൾ എങ്ങനെയാണ്? ഔട്ട് ഓഫ് ടോട്ടൽ ഇൻപുട്ട് എനർജി സം എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു റിക്വയർ ഫോം, റെസ്റ്റ് ഈസ് ഡിസിപ്പേറ്റഡ് ആണോ? അതെന്താണ്? റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് അല്ലേ. തേർഡ് വൺ നോക്കിയേ. റിയാക്ഷൻ ഓഫ് coupling field on the electrical or mechanical system is essential for the energy conversion process. അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ 1 and 3 ആണ് കേട്ടോ. ഏതാണ്? 1 and 3. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 72. Which of the following statement is are true about the armature winding of an alternator? ആൾട്ടർനേറ്ററിന്റെ കറക്റ്റ് അല്ലേ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ആർമേച്ചർ വൈൻഡിങ്ങുമായിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അപ്പോൾ നോക്കി, ഇത് നന്നായി പഠിച്ചാൽ മാത്രമേ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതായത് കോൺസെപ്റ്റ് നന്നായി അറിഞ്ഞാൽ മാത്രം. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് നമുക്കറിയാം ഓപ്ഷൻ 2ഉം, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഡിമിഷനസ് ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് ആർമേച്ചർ റിയാക്റ്റൻസ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നത് തന്നെയാണ്. അതുകൂടെ സ്റ്റാർ ഓർ ഡെൽറ്റ കണക്ഷൻ സപ്രസ് ട്രിപ്ലൻ ഹാർമോണിക് അക്രോസ് ദ ലൈൻ, ആ ഒരു 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായി തന്നിട്ടുള്ളത്. അതായത് ഓപ്ഷൻ 2ഉം അതുപോലെ 3ഉം ആണ്. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. Question number 73. Consider the following test result obtained to determine the regulation of EMF method of a 2 kV single phase alternator delivering a current of 200 amps at 0.8 power factor leading. Test result: full load current of 200 ampere is produced on short circuit by a fixed excitation of 5 amps and an EMF of 600 volt is producing on open circuit by same field current. The value of synchronous impedance. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ 3 ohm ആണ് കേട്ടോ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നിട്ടുള്ളത്? 3 ohm ആണ്. Question number 75. If the excitation of an alternator changes during parallel operation, then it will affect. എന്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? പവർ ഫാക്ടർ ഓഫ് KVA ഔട്ട്പുട്ട്. അപ്പോൾ അതാണ് പവർ ഫാക്ടർ ആൻഡ് KVA ഔട്ട്പുട്ട് ആണ് കറക്റ്റ് ആൻസർ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. താഴെ തന്നിട്ടുള്ള ഏതാണ്? AC സീരീസ് മോട്ടർ, ഓപ്ഷൻ ബി യൂണിവേഴ്സൽ മോട്ടർ, ഓപ്ഷൻ സി റിഫ്ലക്ഷൻ മോട്ടർ, ഡി ഷെയ്ഡഡ് പോൾ മോട്ടർ. ഏതാണ് ഇതിൽ വരുന്നത്? ഷെയ്ഡഡ് പോൾ മോട്ടർ ആണ്. ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 76. The speed of the rotor field with respect to the stator field of a 4-pole induction motor working on 50 Hz supply having 4% slip is. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഇവിടെ? 0 RPM ആണ്. നമ്മൾ സാധാരണ ചെയ്തൊക്കെ നോക്കാറുണ്ട് അല്ലേ. NS = 120 F/P ഒക്കെ ചെയ്യും, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? 0 RPM ആണ്. Question number 77. Which of the following statement are true about torque of an induction motor? ഇൻഡക്ഷൻ മോട്ടറിൽ ടോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ആൻസർ ഏതാണെന്നാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടോർക്ക് റിലേറ്റഡ് ആയിട്ട് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കറക്റ്റ് ഏതാണ്? നോക്കിയേ, ഏതാണ് വരിക? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എയും ബിയും ആണ് നമുക്കിതിൽ കറക്റ്റായിട്ട് വരുന്നത് അല്ലേ. അതായത് ഇവിടെ വരുന്നത്, അതായത് മാക്സിമം ടോർക്ക് ഈസ് എന്നാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് സ്റ്റാറ്റർ വോൾട്ടേജ്. അത് കറക്റ്റ് തന്നെയാണ്. അതുപോലെ മാക്സിമം ടോർക്ക് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റോട്ടർ സർക്യൂട്ട് റെസിസ്റ്റൻസും. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Question number 78. Choose the correct statement regarding single phase of a 3-phase induction motor. ഏതാണ് വരിക? 3 സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് തരുന്നത്? നമ്മളുടെ മോട്ടർ കണ്ടിന്യൂസ് ടു റൺ അറ്റ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ പ്രൊവൈഡിങ് ദാറ്റ് ദ ലോഡ് ഡസ് നോട്ട് എക്സീഡിങ് 57.7% ഓഫ് നോർമൽ റേറ്റിംഗ്. കറക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ദ മോട്ടർ കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ് വിത്ത് ദ സെയിം ടെമ്പറേച്ചർ റൈസ് അറ്റ് when carrying a rated load of 3-phase induction motor. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ബിയും കറക്റ്റ് തന്നെയാണ്.
Question number 79. Which among the following starting method is not using for a cage type induction motor? താഴെ തന്നിട്ടുള്ളത് നമ്മൾ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഏതാണ് സ്റ്റാർട്ടിംഗ് മെത്തേഡായിട്ട് യൂസ് ചെയ്യാത്ത, നോട്ട് യൂസ്ഡ് ഫോർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അത്? റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടറാണ് കേട്ടോ. ഏതാണത്? റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിംഗ് ആണ്. ബാക്കി അതായത് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർ ഡെൽറ്റയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഏതാണ് വരുന്നത്? റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിംഗ് ആണ്. Question number 80. Identify the odd one from the following method of speed control of a three-phase induction motor. ഏതാണ് speed control of a three-phase induction motor? By injecting an EMF in the rotor circuit. Question number 81. Consider the following statement. Statement താഴെ തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് തന്നെയാണ് പിന്നെയും വന്നിട്ടുള്ളത് അല്ലേ? The efficiency of a transformer is same load of 0.8 power factor lag and 0.8 power factor lead എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പവർ ട്രാൻസ്ഫോമർ ആർ ഡിസൈൻ ടു ഹാവ് മാക്സിമം എഫിഷ്യൻസി at or near full load. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആർ ഡിസൈൻ ഫോർ ലോവർ അയൺ ലോസ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. ഏതാണ് കറക്റ്റ്? എല്ലാം കറക്റ്റ് തന്നെയാണ് അല്ലേ? ഓൾ ദ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എല്ലാം എന്ത് തന്നെയാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. Question number 82. The maximum efficiency of a 20 kVA 2000 bar 200 volt transformer occur at 80% of full load. Then the ratio of full load copper iron loss എന്ന് പറയുന്നത് എത്രയാണ് വരിക? ആൻസർ 25/16 ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 83. Identify the wrong statement from the option given below. താഴെ തന്നിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് വരുന്നത്? ഇനി ട്രാൻസ്ഫോമർ വിത്ത് കോൺസെൻട്രിക് വൈൻഡിങ് ലോ വോൾട്ടേജ് വൈൻഡിങ് ഇസ് പ്ലേസ് നിയർ ദ കോർ ടു റെഡ്യൂസ് കോർ ലോസ്. അതാണ് ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുന്നത്. Question number 84. For a two-winding transformer and auto transformer having same input, output and voltage ratio or ratio of weight of conductor in two-winding transformer to weight of a conductor in auto transformer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത്? 1/1 - k ആണ് തരുന്നത് കേട്ടോ. അതിൽ R ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 1/1 - R. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 85. The necessary condition for parallel operation of transformer are. എന്താണ് വരേണ്ടത്? പാരലൽ ഓപ്പറേഷൻ വരുമ്പോൾ എന്താണ്? സെയിം പൊളാരിറ്റി ആണ് ഇവിടെ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എന്താണ് വരുന്നത്? സെയിം പൊളാരിറ്റി ആണ് വേണ്ടത് പാരലൽ ഓപ്പറേഷനിൽ അല്ലേ? Question number 86. The on load tap changing circuit of a transformer is provided within an impedance. എങ്ങനെയായിരിക്കണം? അതായത് to limit the short circuit current during tap changing. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 87. Which of the following statement is true about instrument transformer കുറിച്ചിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് വന്നിട്ട് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റും അതുപോലെ സെക്കൻഡും കറക്റ്റ് ആണ്. അതായത് the burden of a instrument transformer refer to the load connection across the secondary winding. ഇത് കറക്റ്റ് തന്നെയാണ്. അതുപോലെ current transformer operated on short circuit condition as a load impedance on the secondary winding is very small. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. Question number 88. For an ideal transformer, the value of permeability and reluctance respectively are. ഏതാണ് വാല്യൂ ഓഫ് പെർമിയബിലിറ്റിയും റിലക്റ്റൻസ് എന്ന് പറയുന്നത്? ഇൻഫിനിറ്റി 0 ആണ് കേട്ടോ. ഏതാണ്? ഇൻഫിനിറ്റി 0 ആണ് വരുന്നത് ആൻസർ. കറക്റ്റ് ആൻസർ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ എ ആണ്. ഇവിടെ ഇൻഫിനിറ്റി 0 ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇൻഫിനിറ്റി 0 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 89. Which of the following methods are used to reduce leakage flux in a transformer? ഏത് മെത്തേഡാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ, അതായത് ഒരു ട്രാൻസ്ഫോമറിലെ ലീക്കേജ് ഫ്ലക്സ് റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയാണ്? ബൈ ഇൻക്രീസിങ് ഹൈറ്റ് ഓഫ് വിൻഡോ കറക്റ്റ് ആണ്. അതുപോലെ ബൈ അഡോപ്റ്റിംഗ് ഷെൽ ടൈപ്പ് കൺസ്ട്രക്ഷൻ കറക്റ്റ് ആണ്. അതുപോലെ സാൻഡ്വിച്ച് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് അവിടെ കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. Question number 19. If a 220 volt DC supply is given to a 220 bar 440 volt 50 Hz transformer, then the transformer will, ആ ട്രാൻസ്ഫോമർ എങ്ങനെയായിരിക്കും? burns it winding ആണ്. ഇതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. Question number 91. In a moving ion instrument, the necessary magnetic field is produced by ampere turns of current carrying coil. This statement is applicable in. ഏതിലാണ് അത് വരുന്നത്? അത് അട്രാക്ഷൻ ആൻഡ് റിപ്ലഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ഒരു മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റിൽ നെസസറി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആംബിയർ ടേൺസ് ഓഫ് കറന്റ് ക്യാരിയിങ് കോയിൽ. അതെവിടെയാണ് നമ്മൾ അപ്ലിക്കബിൾ ആവുന്നത്? അട്രാക്ഷൻ ആൻഡ് റിപ്ലഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിലാണ് അത് അപ്ലിക്കബിൾ ആവുന്നത്. Substations is the assembly of apparatus
used to change some electrical characteristics. ഏതാണ്? വോൾട്ടേജ്, AC to DC, ഫ്രീക്വൻസി, ആക്റ്റീവ് പവർ. അപ്പോൾ ഏതാണ് നമുക്കറിയാം. ഏതാണ്? വോൾട്ടേജ് മാറ്റും, അതുപോലെ AC to DC വരും, ഫ്രീക്വൻസി വരും. പക്ഷേ ആക്റ്റീവ് പവർ വരുമോ? ഇല്ല. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് വോൾട്ടേജും AC to DCയും ഫ്രീക്വൻസിയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 93. In a moving coil instrument, deflecting torque is equal to. Deflecting torque എന്തിന് ഈക്വൽ ആണ്? ഒരു മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന്റെ കേസ് പറയുമ്പോൾ എങ്ങനെയാണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? NBI ഇൻറ്റു ഏരിയ. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അതായത് ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ 2ഉം 3ഉം, അതായത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് കേട്ടോ. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3ഉം അതുപോലെ തന്നെ 2ഉം ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് റിലേറ്റഡ് ആയിട്ട്, അതായത് 2ഉം 3ഉം ഇതാണ് 3 വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 94. The scales of dynamometer type wattmeter scale are more or less uniform because എന്താണ് കാരണം? Deflection is proportion to average power ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് കാണുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. Question number 95. In underground cable system, the properties of insulating material include. ഒരു underground cable system കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസിൽ ഏതൊക്കെ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് വേണ്ടത്? നമുക്കറിയാവുന്നത് തന്നെയാണ് ഇതൊക്കെ. ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്കറിയാവുന്നതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് വേണം, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം, അതുകൂടാതെ എന്താണ്? നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണം അല്ലേ? Question number 96. In a single phase watt-hour meter, the ring placed over the center limb of shunt magnet is used for compensating phase error because എന്താണ് റീസൺ വരുന്നത്? The flux due to shunt magnet does not lag behind the voltage by 90 degree exactly. Option A ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 97. In short-term transmission line, the effect of line capacitance is neglecting in calculation because ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, അതായത് 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ്, ഓൺലി 3 ആണ് വരുന്നത്. അതായത് ലൈൻ ഹാസ് സ്മാളർ ലെങ്ത് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ദ പവർ അറ്റ് റിലേറ്റീവ്ലി ലോ വോൾട്ടേജസ് ആണ്. Question number 98. The load curve on a power station is defined as. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ലോഡ് കർവ് ഓഫ് എ പവർ സ്റ്റേഷൻ എങ്ങനെയാണ്? വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ? വേരിയേഷൻ ഓഫ് കർവ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഉള്ളത്. Question number 99. In the designing of an electrical transmission line meets. എന്തൊക്കെ മീറ്റ് ചെയ്യണം ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഡിസൈൻ ചെയ്യുമ്പോൾ? എന്താണ്? എക്കണോമിക് ചോയ്സ് ഓഫ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ആണ് ഒരെണ്ണമായിട്ട് വരുന്നത്. പിന്നെ നോക്കേണ്ടത് എന്താണ്? കണ്ടക്ടറിൻ്റെ സൈസും ആണ്. അപ്പോൾ ഓപ്ഷൻ ബി, അതായത് ഓൺലി 1 and 4 ആണ് കറക്റ്റ് ആൻസർ. Question number 100. In underground system, the insulation resistance of a single core cable എന്ന് പറഞ്ഞാൽ എന്താണ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിൽ വരുന്നത്? ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ലെങ്ത് ആണ്. ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ലെങ്ത് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. എല്ലാം നമ്മുടെ എന്താണ്? പ്രൊവിഷണൽ കീ റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് മാറ്റം വരാം അല്ലേ? നമുക്ക് ഇതന്നെയാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ മാറ്റം വരാം. ഇതെന്താണ്? PSCയുടെ പ്രൊവിഷണൽ കീ വെച്ചിട്ടാണ് കേട്ടോ ഈ ആൻസേഴ്സ് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ കട്ട് ഓഫ് ഒക്കെ മാർക്കൊക്കെ നോക്കാൻ പറ്റും. എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു റേഞ്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അല്ലേ? എത്ര മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്? ലെവൽ കുറച്ച് ഹൈ ആണ് അല്ലേ? ITI ലെവലല്ലാതെ നമുക്കറിയാം. ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കാൻ തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ടാവും അല്ലേ? അത്രയും കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലേ? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.